ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും RSSന്റെ ഗുണ്ടകൾ ഇങ്ങോട്ട് വരികയല്ലേ. ഈ അന്വേഷണങ്ങളൊക്കെ ഫുള്ള് തുടങ്ങണം. അൻവറിന് ലാഭത്തിനല്ലല്ലോ നടന്നത്. അൻവർ നട്ടക്കച്ചവടമല്ല അൻവർ ചെയ്ത്. അൻവറിനതൊന്നും ഉണ്ടാതെ അവിടെ ഇരുന്നാ പോരേനോ? അത് ഇരുന്നിട്ടില്ലല്ലോ. മറ്റുള്ള MLA ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നാ പോരെ. പിണറായി തമ്പുരാനാന്നും പറഞ്ഞ അവിടെ ഇരുന്നാ പോരെ. വീണ്ടും ഭരണം കിട്ടിയിരുന്നു. അത് ഒച്ചയും വിളിയൊന്നും ഒരു മനുഷ്യനെ അറിയില്ലല്ലോ. തെരഞ്ഞെടുപ്പില് ക്യാപ്റ്റന് വെടികൊണ്ട് യുദ്ധം ജയിച്ചു. അങ്ങനെ തന്നെയല്ലേ? പട്ടാള ക്യാപ്റ്റന് വെടികൊണ്ട് യുദ്ധം ജയിച്ചും ചെയ്ത്. ഫസ്റ്റില് മൂപ്പര് ജയിലിൽ വരെ കിടന്ന്. ബാബു എന്ന് പറഞ്ഞ ഒരാളെ ആന ചവിട്ടി കൊന്നപ്പോ ആ യുദ്ധത്തിന് കേരളത്തില് മൂപ്പര് അന്ന് ജയിലിൽ കിടന്നു, പോലീസിന്റെ നരനായിട്ട്. പക്ഷെ തുടങ്ങി വെച്ചത് മുഴുവൻ LDF നിന്നിട്ട് സമരം ചെയ്ത് ഇറങ്ങി വന്ന മനുഷ്യനാണ് അയാൾ. ഇപ്പൊ എല്ലാവർക്കും വളരെ ഈസിയായി. ആ വാക്ക് തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ ജനങ്ങളിലാണ്ട് ഈസി. അതല്ലേ ഇപ്പോൾ ഇവിടെ നടന്നത്. എല്ലാം പ്രശ്നമായി. മൊതായിലുള്ള മൂപ്പര തറവാട്ടില് പോലീസുകാർ നൂറുകണക്ക് പോലീസല്ലേ രാത്രി വളഞ്ഞിരുന്ന് ഭീകരവാദിനെ അറസ്റ്റ് കൊണ്ടുപോകണമാതിരി. പക്ഷെ അത് എല്ലാവരെയും മനസ്സിൽ കയറി. ആന ചവിട്ടിക്കൊന്നതും നരി പിടിച്ചതും പന്നിയാളെ നരനായിട്ടും വെടിവെച്ചതും അതാർക്ക് വേണ്ടിയിട്ടാ? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ. ആ ജനങ്ങള് മൂപ്പരെ വേപ്പൂര് മറന്നില്ലേ? കൊണ്ടോട്ടി സ്വർണ്ണക്കടത്ത് PV അൻവർ ഇത് പറഞ്ഞതുകൊണ്ടല്ലേ അതവിടെ വന്നത്. കോഴിക്കോട് മാമി കൊലക്കേസ്, എടവണ്ണ കൊലക്കേസ്, ജിപ്പിനെ കൊന്നത്, അതേമാതിരി പൊന്നാണി പെണ്ണിനെ ബലാത്സംഗം ചെയ്യുക, ഇതൊക്കെ മൂപ്പരല്ലേ ഇതിന് ഒച്ചിമ്പുളി ഉണ്ടാക്കി ഇവിടെ ഈ രാജ്യത്ത് പോലീസിന്റെ നരനായിട്ടും ഭരണത്തിന്റെ പോരായ്മയും പിന്നെ പിണറായിന്റെ എല്ലാ കോപ്പിരാട്ടുകളെയും ഇവിടെ വിളിച്ചു പറഞ്ഞത് മൂപ്പരല്ലേ. PV അൻവറാണ് LDFന്റെ എതിരിൽ പ്രവർത്തനം ആദ്യം ആരംഭിച്ചത്. മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങിപ്പോ നിൽക്കാണല്ലോ. അക്രമം അവസാനിപ്പിച്ചില്ല മാത്രമല്ല, വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തില്ല പിണറായി. ഈ അന്വേഷണങ്ങളൊക്കെ ഫുള്ള് തുടങ്ങണം. അൻവറിന് അങ്ങനെ ആർക്കും തട്ടിക്കളയാൻ പറ്റുന്ന നേതാവല്ല. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന നേതാവല്ലല്ലോ. അൻവറിന് ലാഭത്തിനല്ലല്ലോ നടന്നത്. അൻവർ നട്ടക്കച്ചവടമല്ല അൻവർ ചെയ്ത്. അൻവറിനതൊന്നും ഉണ്ടാതെ അവിടെ ഇരുന്നാ പോരേനോ? അത് ഇരുന്നിട്ടില്ലല്ലോ. മറ്റുള്ള MLA ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നാ പോരെ. പിണറായി തമ്പുരാനാന്നും പറഞ്ഞ അവിടെ ഇരുന്നാ പോരെ. വീണ്ടും ഭരണം കിട്ടിയിരുന്നു. അത് ഒച്ചയും വിളിയൊന്നും ഒരു മനുഷ്യനെ അറിയില്ലല്ലോ. വ്യക്തമായൊരു മറുപടി പിണറായി കൊടുത്തില്ല. അൻവർ പറഞ്ഞ് ജനങ്ങൾ കേട്ട്. അൻവർ തോറ്റോ ജയിച്ചോ എന്ന് അതല്ല പ്രശ്നം. തോൽക്കാന് പിന്നെ VS അച്യുതാനന്ദൻ തോറ്റ്, കരുണാകരൻ തോറ്റ്, രാഹുൽ ഗാന്ധി ഡൽഹി തോറ്റ്, ഇന്ദിരാഗാന്ധി തോറ്റ്, അതിൽ വലിയ വലിയ നേതാക്കന്മാരെല്ലാരും തോറ്റില്ല. ഇവിടെ തോറ്റത് പ്രശ്നമല്ല. അൻവർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോക്കാൻ കഴിയുള്ളൂ. അൻവറെ തുറന്ന് പറയുള്ളൂ. PV അൻവറിന്റെ പുതിയ പാർട്ടി റിയൽ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പാർട്ടി ആയിട്ടാണ് നിലവിൽ. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. PV അൻവറിന് പൂട്ടം കുറെ നോക്കിയില്ലേ? തീവ്രവാദി വരെ ആക്കാനുള്ള പരിശ്രമം നോക്കിയില്ലേ? കള്ളക്കടത്ത് തന്നെ. അതാണ് PV അൻവർ. PV അൻവർ തന്നെ ഒരു മതേതര പാർട്ടിന്റെ ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യനല്ലേ. നല്ല തൻ്റോടപരമായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാ. മൂപ്പരാണ് ഈ കേരളത്തില് ഭരണം മാറ്റാനുള്ള ആദ്യത്തെ സീലടിക്കുന്ന ആള് മൂപ്പരാ. ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും RSSന്റെ ഗുണ്ടകൾ ഇങ്ങോട്ട് വരികയല്ലേ. നല്ല മനുഷ്യന്മാര്, നല്ല ചാനലുകാര്, നല്ല പ്രവർത്തകര്, നല്ല പത്രക്കാര്, ഇതൊക്കെ മുമ്പേ ഉള്ളതാ. കുറെ അപക്വമായ തീരുമാനങ്ങൾ പത്രക്കാരുടെ കുത്തിയുള്ള പത്രക്കാര് കുത്തി ചോദിച്ചാൽ തന്നെ പത്രക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും കിട്ടണല്ലോ. PV അൻവർ ചാനലുകാരുടെ മെയിൻ പണി PV അൻവറിനെ പ്രകോപനം ഉണ്ടാക്കുക. കാരണം മുമ്പ് ഒരാള് പറഞ്ഞ് തല്ലാൻ വരുന്നവനെ പേടിക്കണ്ട, എടിയിൽ നിൽക്കുന്നവനെ പേടിക്കണ്ടേന്ന്. PV അൻവറിന്റെ സമരം വിജയിച്ചു. പിണറായിസം അവസാനിച്ചു.